ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പണ്ട് മരുഭൂമിയിൽ താമസിച്ചിരുന്ന ഒരു താപസ പിതാവിനെക്കുറിച്ചുള്ള കഥ ഉണ്ട്. അതിപ്രകാരമാണ്: വലിയ ഒരു മലയുടെ താഴ്വാരത്തിൽ ചെറിയൊരു ആശ്രമത്തിൽ കുറേ ക്രിസ്ത്യൻ സന്യാസികൾ താമസിച്ചിരുന്നു. അതിലൊരു സന്യാസി എല്ലാ ദിവസവും രാവിലെ വളരെ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് വിശുദ്ധ ബലിയർപ്പണമെല്ലാം കഴിഞ്ഞ് ഈ മലയുടെ മുകളിലേക്ക് യാത്രയാകും. അദ്ദേഹം പോകുന്നത് ആ മലയുടെ മുകളിലുള്ള ഒരു ചെറിയ ഗുഹയ്ക്കകത്തേക്കാണ്. അദ്ദേഹം ആ ഗുഹയിൽ പ്രവേശിച്ച് രാത്രിയാകുവോളം അവിടെ ഇരുന്ന് കഠിനമായ തപസ്സും പ്രാർത്ഥനയും അനുഷ്ഠിക്കും. തന്നാലാകുന്ന വിധത്തിലുള്ള പരിഹാര കൃത്യങ്ങളെല്ലാം അദ്ദേഹം നിർവഹിക്കും. അന്നത്തെ ദിവസം ഭക്ഷണമോ പാനീയമോ ഒന്നും അദ്ദേഹം കഴിക്കുകയില്ല. അങ്ങനെ വൈകുന്നേരം വരെ തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരുന്ന് വൈകുന്നേരമാകുമ്പോൾ, ഏറെ ഇരുട്ടാകുമ്പോൾ, ആ മലയുടെ മുകളിൽ നിന്ന്, ഗുഹയ്ക്കകത്ത് നിന്ന് അദ്ദേഹം താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആശ്രമത്തിൽ വന്ന് രാത്രി അംഗങ്ങളോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ മലയുടെ മുകളിലേക്ക്, ഗുഹയ്ക്കകത്തേക്ക് പ്രാർത്ഥനയ്ക്കായി യാത്രയാകും. ഒരുപാട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ഈ തപോ ജീവിതത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഒത്തിരിയേറെ സിദ്ധികൾ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. രോഗശാന്തി നൽകാനുള്ള കൃപ, മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ വികാരവിചാരങ്ങളും രഹസ്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനുള്ള സിദ്ധി, പ്രവചനങ്ങൾ നടത്താനുള്ള സിദ്ധി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള സിദ്ധി, തിന്മകളെ വ്യക്തികളിൽ നിന്ന് ദൂരെ അകറ്റാനുള്ള സിദ്ധി, ഇങ്ങനെ ഒരുപാട് സിദ്ധികൾ, കൃപകൾ അദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ തപശ്ചര്യയുടെയും ഫലമായി കൈവരികയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മനുഷ്യർ അദ്ദേഹത്തെ തേടി ആ മലയുടെ മുകളിലേക്ക് പോവുകയും ഗുഹയ്ക്കകത്ത് ചെന്ന് ഈ സന്യാസിയെ കാണുകയും അദ്ദേഹത്തോട് തങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അറിയിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച്, സൗഖ്യം സ്വീകരിച്ച്, വിടുതൽ സ്വീകരിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് യാത്രയാവുകയും ചെയ്യും. തനിക്ക് ലഭിച്ച ഈ സിദ്ധികളെല്ലാം ഉപയോഗിച്ച് കഴിയുന്നത്ര ആളുകളെ സഹായിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഈ താപസൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഇദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിന് എല്ലാ ദിവസവും മലയുടെ മുകളിലേക്ക് യാത്രയാകാനും രാത്രിയാകുമ്പോൾ തിരിച്ചു വരാനും പറ്റാത്ത വിധത്തിൽ ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ ആകുന്ന അവസ്ഥ പ്രായം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നീട് അദ്ദേഹം ആ മലയുടെ മുകളിലേക്ക് പോകുന്നതും ഗുഹയ്ക്കകത്ത് കയറിയുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി തൻ്റെ ആശ്രമത്തിൽ തന്നെ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സന്യാസ ഭവനത്തിലെ ഒരു യുവ സന്യാസി ഈ താപസ ശ്രേഷ്ഠനോട്, വൃദ്ധനായ സന്യാസിയോട് ചോദിക്കുകയാണ്: അങ്ങ് എല്ലാ ദിവസവും സ്ഥിരമായി മലയുടെ മുകളിൽ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ആ ഗുഹ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. ആ ഗുഹയിൽ കയറി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ അങ്ങ് എനിക്ക് അനുവാദം തരാമോ? അങ്ങേക്ക് ഇതിൽ വല്ല വിരോധവും ഉണ്ടോ? നേരം ഈ താപസം പറഞ്ഞു: തീർച്ചയായിട്ടും താങ്കൾക്ക് ആ ഗുഹ ഉപയോഗിക്കാം. ആ ഗുഹയ്ക്കകത്ത് കയറി താങ്കൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ഈ യുവ സന്യാസി സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ആശീർവാദവും സ്വീകരിച്ച് ഈ താപസ ശ്രേഷ്ഠൻ ചെയ്തിരുന്നതുപോലെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ മലയുടെ മുകളിൽ കയറി ഗുഹയ്ക്കകത്ത് പ്രാർത്ഥിച്ചിരുന്നതുപോലെ പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പണമൊക്കെ കഴിഞ്ഞ് ഈ യുവ സന്യാസി മലയുടെ മുകളിലേക്ക് പോകാനും ഗുഹയ്ക്കകത്തിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തപസ് അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പുതിയൊരു സന്യാസി ഗുഹയ്ക്കകത്ത് ഇരിപ്പുണ്ട് എന്ന വാർത്ത കേട്ട് അനേകം ആളുകൾ ഈ യുവ സന്യാസിയെ സന്ദർശിക്കാൻ വരികയും അദ്ദേഹത്തോട് പ്രാർത്ഥന ചോദിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് യാത്രയാവുകയും ചെയ്തു. ഓരോ ദിനങ്ങൾ കഴിയും തോറും, ഓരോ ആഴ്ചകൾ കഴിയും തോറും ഈ യുവ സന്യാസിയെ സന്ദർശിക്കാനുള്ളവരുടെ എണ്ണം ഇങ്ങനെ പെരുകി വരികയാണ്. ഇത് വൃദ്ധനായ സന്യാസി മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതുക്കെ യുവ സന്യാസിയോട് ഒരു അസൂയ മുളയെടുക്കുകയാണ്. ഈ അസൂയ പതുക്കെ ഇങ്ങനെ വളരാൻ തുടങ്ങി. ആ യുവ സന്യാസിയോടുള്ള വിരോധമായിട്ട് പതുക്കെ അത് പരിണമിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ കൂടെയുള്ള മറ്റ് സന്യാസികളോട്
ആ യുവസന്യാസിയെ ചെന്ന് കാണണമെന്നും ഉടൻ തന്നെ ആ ഗുഹയിൽ നിന്ന് മാറണമെന്നും, അത് തൻ്റെ ഗുഹയാണ്, താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗുഹയാണ്, അത് ഇനി മുതൽ ഉപയോഗിക്കരുത് എന്നും ഈ താപസ ശ്രേഷ്ഠൻ തൻ്റെ കൂടെയുള്ള സന്യാസികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് യുവസന്യാസിയെ അറിയിക്കുകയാണ്. യുവസന്യാസി ആ ഗുഹ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കുഞ്ഞു കഥയാണ്. ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാനപ്പെട്ട കഥാപാത്രമായ താപസ ശ്രേഷ്ഠനായ വൃദ്ധനായ സന്യാസി അനേക വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും തപസ്സിൻ്റെ ജീവിതത്തിൻ്റെയും ഒക്കെ ഫലമായി ഒരുപാട് സിദ്ധികൾ അദ്ദേഹം നേടിയെടുത്തു എന്നത് ശരിയാണ്. ആ സിദ്ധികൾ ഉപയോഗിച്ച് അനേകരെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും ശരിയാണ്. എന്നാൽ സ്വന്തം അഹംബോധത്തെ ജയിക്കാൻ, സ്വന്തം അഹംഭാവത്തെ ജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തൻ്റെ പിന്നാലെ വന്ന ഒരു യുവ സന്യാസി അതേ കൃപയിലേക്ക് നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അനേകം ആളുകൾ, ഇതാ തൻ്റെ അടുത്ത് വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ തൻ്റെ പിന്നാലെ വന്ന യുവസന്യാസിയുടെ അടുത്തേക്ക് വരുന്നതായി കണ്ടപ്പോൾ ആ യുവസന്യാസിയോട് പതുക്കെ അസൂയ ജ്വലിക്കുകയും ആ അസൂയ അദ്ദേഹത്തോടുള്ള വിരോധമായി പരിണമിക്കുകയും അങ്ങനെ ആ അസൂയയുടെയും വിരോധത്തിൻ്റെയും ഫലമായ തുടർ നടപടികളിലേക്കൊക്കെ അദ്ദേഹം കടക്കുകയും ചെയ്തു. അസൂയ എന്നത് വലിയ ഒരു തിന്മയായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വലിയ വിരോധത്തിലേക്കും അവസാനം ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് വരെ കൊണ്ടുചെന്നെത്തിക്കാവുന്ന വലിയൊരു തിന്മയായി അസൂയ എന്ന തിന്മയെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച മാലാഖമാരിൽ 1/3 വിഭാഗം മാലാഖമാർ ദൈവത്തിനെതിരെ തിരിഞ്ഞ് പിന്നീട് പിശാചുക്കളായി അധപതിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം ഒരു ചിന്ത പങ്കുവെക്കപ്പെടുന്നുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം മനുഷ്യർക്ക് മഹോന്നതമായ സ്ഥാനങ്ങൾ നൽകിയപ്പോൾ, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യരോടുള്ള, ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയായ മനുഷ്യരോടുള്ള അസൂയ നിമിത്തമാണ് മാലാഖമാരിൽ ഒരു വിഭാഗം ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിനെതിരെ തിരിയുകയും അങ്ങനെ അധപതിക്കുകയും ചെയ്തത് എന്ന ഒരു ചിന്ത പങ്കുവെക്കപ്പെടുന്നുണ്ട്. മാലാഖയെ പിശാചാക്കി മാറ്റുവാൻ ഈ ഒരു തിന്മ, അസൂയ എന്ന തിന്മ കാരണമായി തീരുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അസൂയ മൂലം തകർന്നു തരിപ്പണമായ, നശിച്ചുപോയ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ കൊലപാതകത്തിന് കാരണമായി തീർന്ന പാപം യഥാർത്ഥത്തിൽ അസൂയയായിരുന്നുവെന്ന് നമുക്കറിയാം. കായേൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊല്ലാനിടയായ സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ കാരണം എന്തായിരുന്നു? രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ആബേലിൻ്റെ ബലിയർപ്പണത്തെ ദൈവം സ്വീകരിക്കുന്നു, കായേൻ്റെ ബലിയർപ്പണത്തെ ദൈവം സ്വീകരിക്കുന്നില്ല. ഇത് കായേന് ആബേലിനോടുള്ള അസൂയയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഈ അസൂയ പതുക്കെ വളരുകയാണ്, വിരോധമായിട്ട് ജ്വലിക്കുകയാണ്. അവൻ തൻ്റെ സഹോദരനോട് കോപിക്കുന്നു, തൻ്റെ സഹോദരനോട് കയർക്കുന്നു. ദൈവം കായേന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകരിക്കപ്പെടും, നിന്നെയും സ്വീകരിക്കും, നിന്റെ ബലിയർപ്പണവും സ്വീകരിക്കും. എന്നാൽ ഉചിതമായത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അപകടം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട് എന്ന കാര്യം നീ ഓർക്കണമെന്ന മുന്നറിയിപ്പൊക്കെ ദൈവം തന്നെ നൽകുന്നുണ്ട്. കാരണം കായേൻ്റെ ഉള്ളിൽ അസൂയ മുള പൊട്ടിയിരുന്നു. അത് കോപമായും വിരോധമായും വെറുപ്പായും വളർന്നു വരുന്നുണ്ടായിരുന്നു. ദൈവം നൽകിയ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ച കായേൻ അവസാനം അസൂയ വളർന്ന് തൻ്റെ സഹോദരനെ വധിക്കുന്നിടത്തോളം കാര്യങ്ങൾ ചെന്നെത്തുകയാണ്. ആദ്യത്തെ കൊലപാതകം, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം, സ്വന്തം സഹോദരനെ തന്നെ കൊന്ന് രക്തം ഭൂമിയിൽ വീണ് മണ്ണ് അശുദ്ധമാകുന്ന പാപത്തിലേക്ക് കായേനെ നയിച്ചത് തൻ്റെ സഹോദരനോടുള്ള കടുത്ത അസൂയയായിരുന്നുവെന്ന് നമുക്കറിയാം. അസൂയ മനുഷ്യനെ കൊലപാതകത്തോളം എത്തിക്കുന്നുവെന്ന് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. വീണ്ടും തിരുവചനങ്ങൾ പല കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് പൂർവ്വ ജോസഫിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ജോസഫിൻ്റെ അപ്പനായ യാക്കോബിന് ജോസഫിനോട് മറ്റ് സഹോദരങ്ങളോടുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. തങ്ങളുടെ അപ്പന് തങ്ങളോടുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹവും കരുതലും വാത്സല്യവും ജോസഫിനോടാണ് എന്ന് മനസ്സിലാക്കിയ ബാക്കിയുള്ള 11 സഹോദരങ്ങൾ
ജോസഫിനോടുള്ള അസൂയ പതുക്കെ പതുക്കെ അവരുടെ ഹൃദയത്തിൽ മുളയെടുക്കുകയും അത് ജോസഫിനോടുള്ള വിരോധമായി, വെറുപ്പായി പതുക്കെ പതുക്കെ വളർന്നു വരികയും ചെയ്തു. അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ ജോസഫിനെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിക്കുകയും പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നീട് അവർ ജോസഫിനെ ആ കിണറ്റിൽ നിന്ന് കയറ്റി ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിൽക്കുന്നു. ജോസഫ് തൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് അനുഭവിച്ച ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം കാരണമെന്ന് പറയുന്നത് ഈ സഹോദരങ്ങൾക്ക് ജോസഫിനോട് തോന്നിയ അസൂയയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ നമ്മൾ കണ്ട ഈ രണ്ട് സംഭവങ്ങളും സഹോദരങ്ങൾക്കാണ് സ്വന്തം സഹോദരനോട് തോന്നുന്ന അസൂയ വലിയ വെറുപ്പായും വിരോധമായിട്ടുമൊക്കെ മാറുന്നത്. രക്തബന്ധത്തിൽപ്പെട്ട ഒരേ അപ്പൻ്റെയും അമ്മയുടെയും മക്കളായ വ്യക്തികൾ തന്നെ ഇതാ അസൂയയോടെ പെരുമാറുമ്പോൾ അത് കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ തത്തുല്യമായ മഹാ അപരാധങ്ങളിലേക്കും നയിക്കപ്പെടുന്നതായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. വീണ്ടും ഒത്തിരി കഥാപാത്രങ്ങൾ അസൂയ മൂലം തകർന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിൽ മറ്റൊരു ഉദാഹരണമാണ് സാവൂളിൻ്റെ ജീവിതം. സാവൂൾ, പഴയ നിയമത്തിലെ ആദ്യത്തെ രാജാവായ സാവൂൾ ദൈവം സാവൂളിനെ എടുത്തുയർത്തി രാജാവാക്കി മാറ്റി, യുദ്ധങ്ങളിലൊക്കെ വിജയിച്ചു. അങ്ങനെ രാജാവായി വാഴുമ്പോൾ വലിയ ഒരു വെല്ലുവിളി ഫിലിസ്ത്യരിൽ നിന്ന് നേരിടുകയാണ്. ഗോലിയാത്ത് എന്ന മല്ലൻ വന്ന് എല്ലാവരെയും വെല്ലുവിളിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്നു, ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്നു, രാജാവിനെ വെല്ലുവിളിക്കുന്നു. എന്നെ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ ശക്തിയുള്ളവരുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ മല്ലനെ തോൽപ്പിക്കാൻ മാത്രം ആരോഗ്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ശക്തിയുള്ള ആരും തന്നെ ഇസ്രായേൽ പട്ടാളക്കാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇസ്രായേൽക്കാർ മുഴുവനും അപമാനിതരാകാൻ ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ, രാജാവ് തന്നെ ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ, രാജാവിനെയും അതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെയും അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ദാവീദ് എന്ന ഇടയ ചെറുക്കനാണ്. അവൻ ഗോലിയാത്തിനെ വധിക്കുകയും ഇസ്രായേൽ ജനത്തെയും രാജാവിനെയും ഒക്കെ അഭിമാനക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവമൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ തന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച, തൻ്റെ രാജ്യത്തെ രക്ഷിച്ച ദാവീദിനോട് സാവൂളിന് തോന്നേണ്ട വികാരം എന്തായിരുന്നു? സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെയാണ് തോന്നേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും സാവൂളിന് ആരംഭത്തിൽ ദാവീദിനോട് തോന്നിയ വികാരം അതൊക്കെ തന്നെയായിരുന്നു. സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ തന്നെയാണ് തോന്നിയത്. പക്ഷെ പതുക്കെ പതുക്കെ സാവൂളിൻ്റെ മനസ്സിൽ ദാവീദിനോടുള്ള അസൂയ മുളയെടുക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജനങ്ങൾ ദാവീദിനെ സാവൂളിനേക്കാളും വലിയവനായി, ശ്രേഷ്ഠനായി, കരുത്തനായി പ്രകീർത്തിക്കുന്നത് സാവൂൾ കേൾക്കാനിടവരുന്നു. സാവൂൾ 1000 കൊന്നു, എന്നാൽ ദാവീദ് 10,000 എന്നൊക്കെ ജനക്കൂട്ടം ആർപ്പ് വിളിച്ചപ്പോൾ സാവൂളിൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ തന്നേക്കാളും വലിയ ഒരാളിതാ തൻ്റെ പിന്നാലെ വരുന്നു, തന്നേക്കാളും ശ്രേഷ്ഠനായ ഒരാളിതാ തൻ്റെ പിന്നാലെ വരുന്നു, തൻ്റെ സിംഹാസനത്തിന് ഒരു പക്ഷേ അവൻ ഭീഷണിയായേക്കാം, അതല്ലെങ്കിൽ തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അവനൊരു ഭീഷണിയായേക്കാം, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട രാജപദവി ഒരു പക്ഷേ അവന് ലഭിച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ സാവൂളിൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ തനിക്ക് നാളെ അതുവരെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രഥമ സ്ഥാനം ഇതാ നഷ്ടപ്പെടുന്നു, തന്നേക്കാളും മഹോന്നതനായി തൻ്റെ പിന്നാലെ വന്നൊരു ഇടയ ചെറുക്കൻ മാറുന്നു എന്നറിയുമ്പോൾ സാവൂളിൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ ദാവീദിനോട് അസൂയ മുളപൊട്ടി. അത് വളർന്ന് പന്തലിക്കുകയാണ്. പിന്നെ ദാവീദിനെ കൊല്ലാനുള്ള മാർഗങ്ങളാണ് സാവൂൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടി പല വിധത്തിൽ സാവൂൾ പരിശ്രമിക്കുന്നുണ്ട്. നേരിട്ട് തന്നെ സാവൂൾ ദാവീദിനെ പിന്തുടർന്ന് വധിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നതായും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? സാവൂളിൻ്റെ സർവനാശത്തിന് ഇതെല്ലാം കാരണമായി തീരുകയും ചെയ്തു. ശരി പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. സാവൂൾ ഇങ്ങനെ അസൂയയുടെ പ്രതീകമായി നിലകൊള്ളുമ്പോഴും സാവൂളിൻ്റെ മകനായ ജോനാഥൻ ദാവീദിൻ്റെ ഏറ്റവും ആത്മമിത്രമായിരുന്നു. സത്യത്തിൽ സാവൂളിൻ്റെ കാലം കഴിഞ്ഞാൽ രാജ്യഭരണത്തിന് സ്വാഭാവികമായും അവകാശിയാകേണ്ടവരിൽ ഒരാളാണ് ജോനാഥൻ എന്ന സാവൂളിൻ്റെ മകൻ. അങ്ങനെയാണെങ്കിൽ ജോനാഥനാണ് സാവൂളിനേക്കാളും കൂടുതലായി ദാവീദിനോട് വിരോധവും അസൂയയും ഒക്കെ ഉണ്ടാകേണ്ടത്. കാരണം തനിക്ക് ലഭിക്കേണ്ട രാജപദവി, തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട രാജപദവി തനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പക്ഷേ തടസ്സമാവുക ദാവീദാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദാവീദിനോട് വിരോധവും വെറുപ്പും അസൂയൊക്കെ ഉണ്ടാകാൻ എല്ലാവിധത്തിലുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടായിരുന്നിട്ടും ജോനാഥൻ ഒരിക്കലും ദാവീദിനോട് വിരോധം തോന്നുന്നില്ല.
വെറുപ്പ് തോന്നുന്നില്ല, അസൂയ തോന്നുന്നില്ല. തൻ്റെ ആത്മമിത്രമായി തൻ്റെ പ്രാണപ്രിയനായി ഒക്കെ ഈ ജോനാഥൻ ദാവീദിനെ കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നേരെ മറിച്ച് സാവൂൾ ദാവീദിനോടുള്ള അസൂയ നിമിത്തം അദ്ദേഹം പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറുകയും അത് അദ്ദേഹത്തിൻ്റെ സർവനാശത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തതായി വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന യാഥാർത്ഥ്യം. വീണ്ടും ഈശോ തന്നെ പറയുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ആ മൂത്ത പുത്രൻ, രണ്ട് മക്കളിൽ രണ്ടാമനിതാ സ്വത്തൊക്കെ ധൂർത്തടിച്ച് തിരിച്ചു വന്നു. ആ സമയത്ത് അപ്പൻ അവനെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അതിൽ അസൂയ തോന്നുന്ന മൂത്തപുത്രനെയും ഈ കഥയിലൊരു കഥാപാത്രമായി ഈശോ ഈ ഉപമയിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ സഹോദരൻ തിരിച്ചു വരുമ്പോൾ ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും പകരം അതൊരു സങ്കടമായി, ദുഃഖമായി, വേദനയായി ഈ മൂത്ത പുത്രൻ്റെ മനസ്സിൽ നിറയുകയാണ്. എന്തായിരുന്നു പ്രിയപ്പെട്ടവർ അതിൻ്റെ കാരണം? ഇതാ സമ്പത്തിൻ്റെ പകുതി ഈ അനിയൻ കൊണ്ടുപോയി കഴിഞ്ഞു, അതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള സമ്പത്തിന് മുഴുവൻ അവകാശി താനാണ്. അതിൽ പങ്കാളിയാകാൻ ഇതാ വീണ്ടും തൻ്റെ അനിയൻ കടന്നു വന്നിരിക്കുന്നു. ഈ ഒരു ചിന്തയൊക്കെ ആകാം ഒരു പക്ഷേ തൻ്റെ അനിയനോടുള്ള വിരോധമായി, വെറുപ്പായി, അസൂയയായൊക്കെ ഈ മൂത്തപുത്രൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണമായിട്ട് തീർന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം അസൂയയുടെ ഒരുപാട് കഥാപാത്രങ്ങളെ, ഒരുപാട് വ്യക്തികളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ മുൻപിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും ചിന്തിക്കാം. കൊലപാതകത്തോളം എത്തിക്കുന്ന കഠിനമായ വെറുപ്പിലേക്കും കഠിനമായ വിരോധത്തിലേക്കും വ്യക്തിവിദ്വേഷത്തിലേക്കും ഒരുപക്ഷെ കൊലപാതകം തന്നെയും അതിലേക്ക് വരെ എത്തിക്കുന്ന ഈ അസൂയ എന്ന തിന്മ നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കാം. എന്താണ് അസൂയ? അപരൻ്റെ നന്മയിലുള്ള സങ്കടമാണ് യഥാർത്ഥത്തിൽ അസൂയ. ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ചും സമപ്രായക്കാരാകാം അല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം, തനിക്ക് തുല്യമായി നിൽക്കുന്നൊരു വ്യക്തിയാകാം, അത്തരം വ്യക്തികൾക്ക് ഏതെങ്കിലും രീതിയിൽ വളർച്ചയോ ഉയർച്ചയോ ഉണ്ടാകുമ്പോൾ, അത് ഭൗതിക മേഖലയിലോ ആത്മീയ മേഖല എന്തും ആയിക്കൊള്ളട്ടെ, വളർച്ചയോ ഉയർച്ചയോ ഉണ്ടാകുമ്പോൾ അതിനോട് എനിക്ക് തോന്നുന്ന സങ്കടം, അതിനോട് എനിക്ക് തോന്നുന്ന ദുഃഖം, ഇതിനെ നമുക്ക് അസൂയ എന്ന് വിളിക്കാം. ഈ അസൂയ എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും, ആരോട് വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പലർക്കും അസൂയ സ്വന്തം സഹോദരങ്ങളോട് തന്നെയാകാം. സ്വന്തം സഹോദരങ്ങളോട് തന്നെക്കാളും കൂടുതലായി മാർക്ക് വാങ്ങിക്കുന്ന തൻ്റെ അനിയനാകാം, ചേട്ടനാകാം, ചേച്ചിയാകാം, അനിയത്തിയാകാം, തന്നെക്കാളും കൂടുതൽ കഴിവുകളുള്ള ഒരു സഹോദരനാകാം, തന്നെക്കാളും കൂടുതൽ പാടാൻ അറിയുന്ന, പ്രസംഗിക്കാൻ അറിയുന്ന, നൃത്തം ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിംസിലൊക്കെ സമ്മാനങ്ങൾ മേടിക്കുന്ന, പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്തുന്ന സ്വന്തം സഹോദരനോട് തന്നെ, സഹോദരിയോട് തന്നെ ഒരു പക്ഷേ അസൂയ തോന്നിയേക്കാം. മറ്റുള്ളവർ തന്നെക്കാളും കൂടുതലായി തൻ്റെ സഹോദരനെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ കൂടുതൽ നന്നായൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സഹോദരന് തന്നെ അസൂയ തോന്നിയേക്കാം. സ്വന്തം ജീവിത പങ്കാളിയോട് പോലും അസൂയ തോന്നുന്ന കുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ ചിലപ്പോഴൊക്കെ കാണാനായിട്ട് സാധിക്കും. സ്വന്തം മക്കളോട് അസൂയ തോന്നുന്ന മാതാപിതാക്കളെയും ചിലപ്പോഴൊക്കെ കണ്ടു എന്ന് വരാം. നമ്മൾ കേട്ടിട്ടുള്ള പെരുന്തച്ഛൻ്റെ കഥ, മകനോട് അസൂയ തോന്നി മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്ന പെരുന്തച്ഛൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കളോട് പോലും ഒരു പക്ഷേ അസൂയ തോന്നിയേക്കാവുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. സഹപ്രവർത്തകരോട് അസൂയയുള്ള, ഒരേ ജോലി ചെയ്യുന്ന, ഒരേ ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളോട് അസൂയ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വളർച്ചയുണ്ടാകുമ്പോൾ, ഉയർച്ചയുണ്ടാകുമ്പോൾ തോന്നുന്ന അസൂയ, അല്ലെങ്കിൽ സഹപാഠികളോടുള്ള അസൂയ, തൻ്റെ കൂട്ടുകാരോട് തന്നെയുള്ള അസൂയ, അവർക്ക് എന്നേക്കാളും കൂടുതലായി ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായ വളർച്ചയാകാം, അല്ലെങ്കിൽ പഠനത്തിൽ ഉന്നത വിജയമാകാം, മറ്റേതെങ്കിലും രീതിയിലുള്ള അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുന്നതാകാം. ഇതൊക്കെ സഹപ്രവർത്തകരോടുള്ള അസൂയയായി മാറുന്ന വ്യക്തികൾ. അയൽവാസികളോട് തോന്നുന്ന അസൂയ, ഒരുപക്ഷെ നല്ലൊരു ഭവനം പണിതു, അപ്പോൾ ഇതാ അസൂയ തോന്നുന്നു. ഒരുപക്ഷെ നല്ല കാറ് വാങ്ങിച്ചു, ഇതാ അസൂയ തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കൂടുതൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായി, അപ്പോൾ അസൂയ തോന്നുന്നു. ഇങ്ങനെ ചില കാരണങ്ങളാൽ അയൽവാസികളോട് അസൂയ തോന്നുന്ന സ്വഭാവം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ. മാലാഖയെ പിശാചാക്കി മാറ്റാൻ ഇത്തരമൊരു തിന്മയ്ക്ക് കാരണമാകുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അസൂയ മുളയെടുക്കുമ്പോൾ തന്നെ അതിനെ പിഴുതു മാറ്റാൻ സാധിക്കട്ടെ. അസൂയയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഒരു കാര്യം ഓർക്കുക, അസൂയ ഒരു കടുകുമണിയോളം പോലും ഇല്ലാത്ത,
അസൂയ ഒരു മണൽത്തരിയോളം പോലും ഇല്ലാത്ത, ഒരു തലമുടി നാരിഴയോളം പോലും ഇല്ലാത്ത ചില നല്ല കഥാപാത്രങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ ക്രിസ്തുവായി പോലും കണ്ട് അനുഗമിക്കാൻ തയ്യാറാകുമ്പോൾ ഇതാ സ്നാപക യോഹന്നാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ക്രിസ്തുവല്ല, അവന് വഴിയൊരുക്കാൻ വന്നവനാണ്. അവൻ വളരണം, ഞാൻ കുറയണം. അവൻ വളരണം, ഞാൻ കുറയണം. ഇങ്ങനെ അസൂയ അല്പം പോലും ഇല്ലാതെ തൻ്റെ പിന്നാലെ വന്ന, തനിക്ക് പുറകെ വന്ന യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഈശോയാണ് നമ്മൾ നാളിതുവരെ കാത്തിരുന്ന രക്ഷകനെന്ന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ തയ്യാറായ സ്നാപക യോഹന്നാൻ കടുകുമണിയോളം പോലും, ഒരു മണൽത്തരിയോളം പോലും അസൂയയില്ലാത്ത കഥാപാത്രമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അസൂയ എന്ന തിന്മ എന്നിലുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗം ഇതാണ്. മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും നേട്ടത്തിലും ഏതെങ്കിലും രീതിയിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും നേട്ടത്തിലും അവർക്ക് കരഗതമാകുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ടോ, നൊമ്പരം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലും അസൂയയുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് മുളയെടുക്കുമ്പോൾ തന്നെ പിഴുതുമാറ്റാൻ, വേരോടെ പിഴുതുമാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഇല്ലെങ്കിൽ അത് വലിയ വിരോധത്തിലേക്കും വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും അവസാനം കൊലപാതകത്തിലേക്ക് വരെ എത്തിച്ചേക്കാവുന്ന തിന്മയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അസൂയ ഇല്ലാതാക്കാൻ എന്താണ് മാർഗം? സ്നേഹിക്കുക എന്നുള്ളതാണ് മാർഗം. അസൂയ എന്ന തിന്മയ്ക്ക് വിപരീതമായി നിൽക്കുന്ന പുണ്യമാണ് സ്നേഹം. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന്. സ്നേഹം കൊണ്ട് ഹൃദയം നിറയുമ്പോൾ, കഴിയുന്നത്ര സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയിൽ ഉയർച്ചയിലും ആനന്ദിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുമ്പോൾ, ഇനി മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരു സങ്കടമോ ദുഃഖമോ തോന്നുമ്പോൾ ഉടനെ തന്നെ കർത്താവിനോട് അത് സന്തോഷമാക്കി മാറ്റണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച് അങ്ങനെ അസൂയയില്ലാത്ത, അപരൻ്റെ നന്മയിൽ വളർച്ചയിൽ ആനന്ദിക്കുന്നൊരു മനസ്സിൻ്റെ ഉടമയാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അസൂയ എന്ന തിന്മയെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.